ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. വിതിൻ നമ്പേഴ്സ് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ്. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് റോ എന്നാണ് പറയുന്നത്. താഴത്തേക്ക് വരുന്നത് എന്താണ്? കോളം എന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് റോ ആണ്. താഴത്തേക്ക് വരുമ്പോൾ എന്താണ്? കോളമാണ്. ഓക്കെ, ആദ്യത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. 1 2 3 4 അങ്ങനെ 9 വരെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് കോളവും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പിന്നീട് വരുന്ന നമ്പറുകൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൗ ആർ ദ റോസ് ആൻഡ് കോളംസ് റിട്ടേൺ? ഇവിടെ റോസും കോളംസും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? The first row and columns has just the natural numbers. ആദ്യത്തെ റോയും കോളംസ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉള്ളത്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് റോ ആൻഡ് കോളം? ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ റോ ഇതാണ് അല്ലെ. ഇതാണ് രണ്ടാമത്തെ റോ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കോളമായിട്ട് വരുന്നത് ഇതാണ്. ഇതിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് തന്നെ പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ശ്രദ്ധിക്കൂ. സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്ന നമ്പർ 2 ആണ്. 2 എന്താണ്? 2 × 1. അതായത് ആദ്യത്തെ റോയിലെ നാച്ചുറൽ നമ്പറുമായിട്ട് ഗുണിച്ചിട്ടാണ് 2 കിട്ടുന്നത്. ഈ 2 കൊണ്ട് രണ്ടാമത്തെ നാച്ചുറൽ നമ്പറായ 2 ഗുണിക്കുമ്പോഴാണ് 4 കിട്ടുന്നത്. പിന്നെ 2നെ 3 ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുന്നത്. 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. മുകളിലെ നാച്ചുറൽ നമ്പേഴ്സിനെ 2 കൊണ്ട് ഗുണിച്ചാണ് രണ്ടാമത്തെ റോ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് കോളം എന്താണ്? അതേപോലെ തന്നെയാണ് ഉള്ളത് അല്ലെ. 2നെ 2 കൊണ്ട് ഗുണിച്ച് 4 എഴുതി. പിന്നെ 2നെ 3 കൊണ്ട് ഗുണിച്ച് 6 എഴുതി. 2നെ 4 കൊണ്ട് ഗുണിച്ച് 8 എഴുതി. അങ്ങനെ 2ന്റെ ഗുണിതങ്ങളായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് റോയിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് രണ്ടാമത്തെ റോ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ വരുന്ന 2നെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന നാച്ചുറൽ നമ്പറുമായിട്ട് ഗുണിച്ചിട്ടാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തത് എന്തായിരിക്കും? മൂന്നാമത്തെ റോ വരുമ്പോൾ 3 കൊണ്ട് ഗുണിച്ചിട്ടായിരിക്കും എല്ലാത്തിനെയും എഴുതിയിട്ടുണ്ടാവുക അല്ലെ. 3 × 2 6, 3 × 3 9, 3 × 4 12 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഓരോന്നിന്റെ ഗുണിതങ്ങളായിട്ടാണ് റോയും കോളവും നിർമ്മിച്ചിരിക്കുന്നത്. നമ്പേഴ്സ് ഇൻ തേർഡ് റോസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് റോ? ഫസ്റ്റ് റോ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 × 1 1 ആണ്. 1 × 2 2 ആണ്. അപ്പോൾ 1ന്റെ ഗുണിതങ്ങളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത്, ഈസ് 48 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 48 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ. 8 × 6 48 ആണ് വരുന്നത്. അത് ഈ ടേബിളിലുണ്ടോ? ഫസ്റ്റ് കോളത്തിൽ വരുന്ന 8നെ ഫസ്റ്റ് റോയിൽ വരുന്ന 6 കൊണ്ട് ഗുണിച്ചാൽ 48 ഉണ്ടോ എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിന്റെ നേരെ വരുന്ന സംഖ്യ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എന്താണ്? 8ന്റെ ഗുണിതമാണ് 48. അല്ലെങ്കിൽ എന്ത് പറയാം? 6ന്റെ ഗുണിതങ്ങളായിട്ടാണ് 48 വരുന്നത്. അടുത്തതായിട്ട് ടേബിൾ ഇല്ലാത്ത ഒരു നമ്പർ 102. അത് 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ വേണ്ടി 102നെ 6 കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കേണ്ടി വരും. ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? 102 എന്ന നമ്പർ 6ന് പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ് എന്ന് നമ്മൾ പറയും. 6ന്റെ ഗുണിതമാണ് 102 എന്ന് പറയാം. 6നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴായിരിക്കും 102 കിട്ടുന്നുണ്ടാവുക? ഇവിടെ വരുന്ന കോഷ്യന്റ് ഒക്കെ തന്നെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 17 × 6 ആണ് 102 എന്ന സംഖ്യ വരുന്നത്. 102 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അതേപോലെ തിരിച്ചും പറയാം. 6 × 17 വരുന്നത് 102 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 17 എന്ന സംഖ്യ 102ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. 102 ഈസ് ഈക്വൽ ടു 17 × 6. സോ 102 ഈസ് ഇൻഡീഡ് എ മൾട്ടിപ്പിൾ ഓഫ് 6. പിന്നെന്ത് പറയാം? ഇറ്റ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 17. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 102നെ എങ്ങനെയാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. 102 ആണ് ആദ്യമായിട്ട് വരുന്നത്. 102 എന്ന സംഖ്യ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 10 എന്നൊരു സംഖ്യ എടുക്കുകയാണ്. 10 × 6 60.
അതെങ്ങനെയാണ് എഴുതിയത്? 10 × 6 60 റൈറ്റ് സൈഡിലേക്ക് എഴുതുകയാണ്. പിന്നീട് എന്ത് ചെയ്യും? 102 നിന്ന് 60 മൈനസ് ചെയ്യും, കിട്ടുന്നത് 42 അപ്പം 42-ൽ എത്ര ആറുകളുണ്ടെന്ന് നോക്കണം. അപ്പോൾ എത്രയാണ്? 5 ആറുകൾ. 6 × 5 30. അപ്പോൾ 42-ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 12. ഇനി 12-ൽ എത്ര ആറുണ്ടെന്ന് നോക്കണം. 12-ൽ എത്ര ആറാണ്? സോ ഇവിടെ എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. 6 8 ഇവിടെ വരേണ്ടത്. ഇവിടെ എന്താണ്? 2 എന്ന സംഖ്യയാണ് വരേണ്ടത്. 6 × 2 12 വരുന്നത്. ഇവിടെ എഴുതിയത് കറക്റ്റാണ്. 2 × 6 12. അപ്പോൾ ടോട്ടൽ വരുന്നത് 10 + 5 + 2 17. അതിവിടെ കറക്റ്റാണ്. 8 എന്ന് എഴുതിയത് തെറ്റാണ്. 12-ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ എന്താണ്? 0 കിട്ടുന്നത്. 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? നമുക്ക് 102 എന്ന സംഖ്യ 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അടുത്തത് നോക്കൂ. ഇവിടെ 102 എന്ന സംഖ്യക്ക് പകരം നമുക്ക് തരികയാണ് 268 എന്നൊരു സംഖ്യ തരികയാണ്. 268 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. 268-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 20 കൊണ്ട് ഹരിച്ചു നോക്കാം. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × 2 120. 120-ൽ ബാക്കി എത്ര വരുന്നത്? 268-ൽ നിന്ന് 120 കുറയ്ക്കുമ്പോൾ 148 വരുന്നത്. പിന്നീട് എന്താണ്? വീണ്ടും ഒരു 20 നോക്കാം. 6 × 2 120. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയും ചെയ്യാം. 268 വരുന്നത് 6 കൊണ്ട്. ആദ്യം എന്ത് ചെയ്യാം? 40 കൊണ്ട് ഗുണിച്ച് നോക്കുക. 6 × 4 24. അപ്പം എത്രയാണ്? 240. അപ്പോൾ 268-ൽ നിന്ന് 240 കുറച്ചാൽ എത്രയാണ്? 28. 6 × 4 24. ബാക്കി വരുന്നത് എത്രയാണ്? 4. 4-നേക്കാൾ വലിയ സംഖ്യയാണ് 6. 4 റിമൈൻഡർ വന്നു. റിമൈൻഡർ വരികയാണെങ്കിൽ എന്താണ്? 6 എന്ന സംഖ്യ കൊണ്ട് 268-നെ പൂർണ്ണമായിട്ട് ഡിവിഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് പറയാം? നമുക്ക് 268 6ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്? മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാം. 268 = 44 × 6 + 4. അതായത് 44-നെ 6 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 264 വരുന്നത്. അപ്പോൾ റിമൈൻഡർ 4 കിട്ടും. 45 ആണെങ്കിലോ? 45 × 6 വരുന്നത് 270. അതായത് 268-നേക്കാൾ എന്താണ്? 2 കൂടുതലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 268 എന്ന സംഖ്യ 6ന് മൾട്ടിപ്പിൾ അല്ല. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 268-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലാക്കാം. റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഫൈൻഡ് 27 and 28 ആർ മൾട്ടിപ്പിൾ ഓഫ് 3. 27-ഉം 28-ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. എന്താണ് ആദ്യം ചെയ്യുന്നത്? 27 ഹരിക്കണം 3 കാണുക, 28 ഹരിക്കണം 3 കാണുക. 27-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 × 3 27. റിമൈൻഡർ വരുന്നത് 0 ആണ്. 28-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 × 3 27. റിമൈൻഡർ വരുന്നത് 1 ആണ്. ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് 3 മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. റിമൈൻഡർ 1 വരുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാം. 27 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 28 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഹരിച്ചു നോക്കിയിട്ട് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.